നിങ്ങൾക്ക് പതിവായിട്ട് 3ന്റെ സീരീസ് നമ്പേഴ്സ്, അതായത് 3 3 3 3 അങ്ങനെ 3 3 3 3 4 പ്രാവശ്യം 3 കാണുക, അങ്ങനെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് റാൻഡം ആയിട്ട് കാണുന്നതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നിങ്ങൾ എഴുതി വെച്ചിട്ട് നോക്കുന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. റാൻഡം ആയിട്ട് ഫ്രണ്ടിൽ ഈ നമ്പേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് ദിവസങ്ങളായിട്ട് ഇങ്ങനെ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ. 3 എന്ന് പറയുന്ന ജൂപ്പിറ്റർ, വ്യാഴത്തിന്റെ നമ്പറാണ്. ഗുരു, ബൃഹസ്പതി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഗ്രഹത്തിന്റെ നമ്പറാണ്. ഓക്കെ. ക്രിയേറ്റിവിറ്റി അങ്ങനത്തെയൊക്കെ ഇതില് ഐഡിയാസ് അങ്ങനെയൊക്കെ സൂചിപ്പിക്കുന്ന നമ്പേഴ്സ് ആണ്. അപ്പോൾ ഈ നമ്പേഴ്സ് നിങ്ങൾക്ക് തുടർച്ചയായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഡിവൈൻ നിങ്ങളുടെ അടുത്ത് പറയാണ്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയിൽ ഫോക്കസ് ചെയ്യൂ. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഐഡിയാസ് ഒക്കെ ഉണ്ടായിരിക്കും. മനസ്സിൽ അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ തുടങ്ങിയാലോ എന്നൊക്കെ ഐഡിയാസ് ഉണ്ടാവും. അതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യാനുള്ള കഴിവും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അങ്ങനെ ഐഡിയാസ് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരേണ്ട സമയമായി എന്നാണ് ഡിവൈൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. റിലേഷൻഷിപ്പിലാണ് നമ്പർ 3 തുടർച്ചയായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതൊരു തേർഡ് പാർട്ടിയുടെ ഇൻഡിക്കേഷൻ ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ. തേർഡ് പാർട്ടി ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ ജൂപ്പിറ്റർ സ്ട്രോങ് ആയിരിക്കുന്ന സമയത്ത് നല്ല നല്ല ക്രിയേറ്റീവ് ഐഡിയാസ് നമുക്ക് വരും. അത് മനസ്സിൽ ഇട്ടുകൊണ്ടിരിക്കാതെ ഇംപ്ലിമെന്റ് ചെയ്യുക. അതാണ്, ഇംപ്ലിമെന്റ് ചെയ്താൽ അത് സക്സസ് ആവും, നിങ്ങൾക്ക് അബണ്ടൻസ് വരും എന്നാണ് ഈ നമ്പേഴ്സ് തുടർച്ചയായിട്ട്. പക്ഷെ നമ്പർ 3 കണ്ടിട്ട് ഒന്നും ചെയ്യാതെ മിണ്ടാതിരുന്നാൽ അബണ്ടൻസ് വരില്ല. നമ്മൾ ഐഡിയാസ് ഇംപ്ലിമെന്റേഷനിൽ കൊണ്ടുവന്ന് അതിനു വേണ്ടി പ്രവർത്തിക്കണം. ഏത് കാര്യവും കർമ്മം ചെയ്താൽ മാത്രമേ നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം ഇംപ്ലിമെന്റ് ചെയ്താൽ അതിൽ നിങ്ങൾക്ക് സക്സസ് കിട്ടും, അതിൽ നിന്നും അബണ്ടൻസ് കിട്ടും എന്നാണ് ഡിവൈൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്.